തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വലിയ വിലയുള്ള കാലമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ പലപ്പോഴും ജനങ്ങൾ വിസ്മരിക്കപ്പെടുമ്പോഴും തെരഞ്ഞെടുപ്പ് സന്ദർഭം ജനങ്ങൾക്ക് അങ്ങേയറ്റം വിലയുള്ള കാലമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് വിലയുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ പല തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളും ജനങ്ങളുടെ വിലയെ ഇല്ലാതാക്കി കളയുന്ന ഒന്നാണ്. എല്ലാ ഏകാധിപതികളുടെയും രീതി അതാണ്. ജനത്തെ നിസ്സാരമായി മാറ്റുക എന്നതാണ്. നമ്മുടെ നാട്ടിലെ പുതിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ഇതിൻ്റെ വളരെ ആധുനികവും ശാസ്ത്രീയവുമായ സംഘടിതമായ ഓർഗനൈസ്ഡായ ഒരു രൂപമാണ്. ഫറോവ ജനങ്ങളെ നിസ്സാരമാക്കാൻ വേണ്ടി അവരിലെ ആൺകുട്ടികളെ അറുകുല നടത്തുകയാണ് ചെയ്തത്. തൻ്റെ അധികാരം ആരോ കവർന്നെടുക്കുമെന്ന് കരുതിയിട്ട്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിലായിരുന്നു ഫറോവ ഉണ്ടായിരുന്നതെങ്കിൽ ഫറോവ ആൺകുട്ടികളെ അറുകുല ചെയ്യുക എന്ന് പറയുന്ന വലിയ ഊർജ്ജം ആവശ്യമുള്ള കാര്യം നിർവഹിക്കുന്നതിന് പകരം അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യുക. മനുഷ്യ നാഗരികത അത്ര വികസിക്കാതിരുന്ന കാലത്തായതുകൊണ്ടാണ് ഫറോവക്ക് ജനങ്ങളെ നിസ്സാരമാക്കാൻ വേണ്ടി അവരിൽ ആൺകുട്ടികളെ അറുകുല ചെയ്യേണ്ടി വന്നത്. അതിൻ്റെ പരിഷ്കൃത രൂപമാണ് പുതിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ, പൗരത്വം റദ്ദാക്കൽ പരിപാടികൾ, വോട്ടവകാശം ഇല്ലാതാക്കൽ കാര്യങ്ങൾ എന്ന് കാണാൻ കഴിയും. ഇത്തരമൊരു കാലത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വില ഉയർത്തിപ്പിടിക്കുന്ന അത് വലിയ വിലയുള്ളതായിത്തീരുന്ന തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതിനെ ഏറ്റവും ശരിയായ വിധത്തിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തം അമാനത്ത് എന്ന നിലക്ക് ഉപയോഗിക്കുവാൻ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാവരും മുന്നോട്ട് വരേണ്ടുന്ന സന്ദർഭമാണിത്.